സെക്ഷൻ ലിമിറ്റ് ഓഫ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ. ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ലിമിറ്റ് നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ലിമിറ്റ്, ഡെറിവേറ്റീവ്, കണ്ടിന്യൂറ്റി, ഇങ്ങനെ ഓരോ ടൈമിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ടോപ്പിക്കാണ് ലിമിറ്റ് ഓഫ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ. കോംപ്ലക്സ് ഫംഗ്ഷൻ ലിമിറ്റ് എന്നാലുണ്ട്, അത് കാണുന്നത് എങ്ങനെ. സോ ഡെഫിനിഷൻ, let f of z be a complex function defined on a set capital S. ഒരു സെറ്റ് ഡിഫൈൻ ചെയ്തൊരു ഫംഗ്ഷനാണ്, ഒരു കോംപ്ലക്സ് ഫംഗ്ഷനാണ് നമ്മുടെ എഫ് ഓഫ് സെറ്റ്. ഇഫ് z tends to a, then f of z tends to L, then if z tends to a, then f of z tends to L, comma, then then L is called limit of f of z at z is equal to a. z എയിലോട്ട് പോകുമ്പം എഫ് ഓഫ് z എല്ലിലോട്ട് പോവുകയാണെങ്കിൽ ആ എല്ലിനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റ്. സോ അത്രയുള്ള കാര്യം. ഇറ്റ് ഈസ് denoted by notation limit z tends to a, f of z is equal to L. Okay, so notation meaning z a ആകുമ്പോൾ a ആകുമെന്നുള്ളതല്ല, z എയിലേക്ക് പോകുമ്പോൾ f of z എല്ലിലേക്ക് പോകും. ഓക്കെ, സോ അതാണ് ഡെഫിനിഷൻ പോകണം. കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഒരു ഫംഗ്ഷൻ, ഇപ്പം ഞാൻ എക്സാമ്പിൾ എഴുതാം. നമ്മൾ ഒരുപാട് കോംപ്ലക്സ് ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ട്. സോ ഒരു എക്സാമ്പിൾ എഫ് ഓഫ് z is equal to z സ്ക്വയർ. എഫ് ഓഫ് z is equal to z സ്ക്വയർ. ഞാൻ z-ന് 2 കൊടുത്താൽ, z-ന് ഞാൻ 2 കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് 2 is equal to 2 സ്ക്വയർ 4 എന്ന് കിട്ടും. ഇതിന്റെ മീനിങ് എന്തുവാ? ഞാൻ z-ന് 2 കൊടുത്താൽ 4 കിട്ടുന്നുള്ള മീനിങ്, z 2 ആയാൽ എഫ് ഓഫ് z 4 ആകും. ഓക്കെ, നമുക്കത് വേറെ രീതി പറയാം. z 2-ലോട്ട് പോയാൽ, മീൻസ് 2-ലോട്ട് അപ്രോച്ച് ചെയ്താൽ, അതിനർത്ഥം z എന്ത് എത്തിയില്ല? 2-ലെത്തിയില്ല. മീൻസ് കോംപ്ലക്സ് നമ്പർ ലൈൻ ഇവിടെ കിടക്കും, z equal to 2, ഇവിടെ 1, ഇവിടെ 0. സോ നമ്മുടെ z 2-ലോട്ട് പോകുന്തോറും നമ്മുടെ എഫ് ഓഫ് z 4-ലോട്ട് പോകും. സോ അതാണ് കോൺസെപ്റ്റ്. അതിനർത്ഥം z ഒരിക്കലും 2-ലെത്തിയില്ല, എഫ് ഓഫ് z 4-ലും എത്തിയില്ല. 2-ലോട്ട് പോയാൽ 2-ലെത്തിയാൽ 4-ലെത്തും. പക്ഷെ ലിമിറ്റിന്റെ മീനിങ് ഒരിക്കലും z എന്താവുന്നില്ല, ഒരിക്കലും 2 ആവത്തില്ല, എഫ് ഓഫ് z അപ്പോൾ ഒരിക്കലും 4 ആവത്തില്ല. സോ അതാണ് മീനിങ്. സോ അതാണ് ലിമിറ്റിന്റെ കോൺസെപ്റ്റ്. ഇല്ലെങ്കിൽ നമുക്ക് എല്ലാം ഒന്ന് പറയും. ഇപ്പം z 2 കൊടുത്താൽ എഫ് ഓഫ് 2 എന്തുവാ? 2 സ്ക്വയർ 4. ലിമിറ്റിന്റെ മീനിങ് ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ z-ന് 2 കൊടുത്താൽ, അല്ലെങ്കിൽ z-ന് 2 കൊടുത്തു, അപ്പോൾ എനിക്ക് എഫ് ഓഫ് z 4 എന്ന് കിട്ടി. അത് കാണാൻ പറ്റും. z-ന് 2 കൊടുത്തു, എഫ് ഓഫ് z 4 എന്ന് കിട്ടി. ഈ ലിമിറ്റിന്റെ മീനിങ്, ദാറ്റ് ഈസ് ലിമിറ്റ് z tends to 2 എഫ് ഓഫ് z is equal to ലിമിറ്റ് z tends to 2 കൊടുക്കുമ്പോൾ 2 സ്ക്വയർ is equal to 4. സോ ഇതിന്റെ മീനിങ് z 2-ലേക്ക് അപ്രോച്ച് ചെയ്താൽ നമ്മുടെ എഫ് ഓഫ് z 4-ലേക്ക് അപ്രോച്ച് ചെയ്യും. മീനിങ് z 2 ആയാൽ, മീൻസ് അവിടെ ഒരിക്കലും 2 ആവുന്നില്ല, 2 ആയാൽ എഫ് ഓഫ് z 4 ആകും. പക്ഷെ ഒരിക്കലും z 2 ആകുന്നുമില്ല, എഫ് ഓഫ് z 4 ആകുന്നുമില്ല. അതാണ് ലിമിറ്റ്. ഇതാണ് ലിമിറ്റും ഇത് നമ്മളെ വ്യത്യാസം. ഓക്കെ, ഇത് നമ്മൾ ഡയറക്റ്റ് കൊടുക്കുന്നതും ഈ ലിമിറ്റ് നമ്മുടെ വ്യത്യാസം ഇതാണ്. പക്ഷെ രണ്ടും ചെയ്യുന്ന ഒരുപോലെ തന്നെ. ഓക്കെ, ഇതിനൊരു എക്സാമ്പിൾ പറയാം. ഒരു ക്വസ്റ്റ്യൻ, എഫ് ഓഫ് z ഈസ് ഈക്വൽ ടു z ക്യൂബ്. ചോദ്യം, വാട്ട് ഈസ് എഫ് ഓഫ് 3? എന്താണ് എഫ് ഓഫ് 3 എന്ന് ചോദിച്ചാൽ 3 ക്യൂബ് എത്ര? 27. ഓക്കെ, ഞാൻ ഈ അടുത്ത ചോദ്യം, ഫൈൻഡ് ലിമിറ്റ് അറ്റ് 3. 3-ലുള്ള ലിമിറ്റ് കാണാൻ. അത് കാണുന്നത് എങ്ങനെ, എഴുതുന്നത് എങ്ങനെ? ലിമിറ്റ് z tends to 3 എഫ് ഓഫ് z, ദാറ്റ് ഈസ് ലിമിറ്റ് z tends to 3 എഫ് ഓഫ് z എന്തുവാ? z ക്യൂബ്. ഇതെങ്ങനെ കാണുന്നത്? ലിമിറ്റ് കാണുന്നത് എങ്ങനെ? ആ വാല്യൂ എടുത്തിട്ട് കൊടുക്കുക. അപ്പം z 3 കൊടുക്കുമ്പോൾ 3 ക്യൂബ്, അത് 27. അപ്പൊ ഈ ചെയ്ത രീതി രണ്ടും ഒന്ന് തന്നെ, ചെയ്ത രണ്ട് രീതി ഒന്ന് തന്നെ. പക്ഷെ ചെയ്ത രീതി രണ്ടും ഒന്ന് തന്നെ. പക്ഷെ സോ ഇത് ഒരു സെക്ഷൻ, ഇത് സെക്കൻഡ് സെക്ഷൻ. നിങ്ങൾ രണ്ടായിട്ട് കാണണം. ഇവിടെ ഞാൻ ചെയ്തത് z-ന് 3 കൊടുത്തു, അപ്പൊ എനിക്ക് 27 കിട്ടി. ഇവിടെ ഞാൻ ചെയ്തത്, ഇവിടെ z-ന് 3 കൊടുത്തു, 27 കിട്ടി. രണ്ടും ചെയ്തത് ഒന്ന് തന്നെ. ഇവിടെയും 3 കൊടുത്തു, 27 കിട്ടി. ഇവിടെയും നമ്മൾ ചെയ്തത് 3 കൊടുത്തു, 27 കിട്ടി. രണ്ടിനെ കോൺസെപ്റ്റ് പറയാം. ഇതിന്റെ മീനിങ് 3 കൊടുത്തു 27 കിട്ടി. ഇതിന്റെ മീനിങ് 3 കൊടുത്താൽ 27 കിട്ടും. നമ്മുടെ വ്യത്യാസം അതാ. സോ ഇതിന്റെ മീനിങ് 3 കൊടുത്തു 27 കിട്ടി. ഇതിന്റെ മീനിങ് 3 കൊടുത്താൽ
27 കിട്ടി. കാരണം ഇവിടെ ഇസഡ് ഈക്വൽ ടു അല്ല എഴുതിയേക്കുന്നത്, ഇസഡ് ടേൺസ് ടു 3 എന്ന് എഴുതിയേക്കുന്നത്. ഇസഡ് ടേൺസ് ടു 3 അതിന്റെ മീനിങ് എന്തുവാ? അവിടെ ഇസഡ് 3ലേക്ക് അടുക്കുന്നു എന്നുള്ള മീനിങ്. അവിടെ ഇസഡ് 3 ആയില്ല. സോ ലിമിറ്റിന്റെ മീനിങ്ങും സാധാ കൊടുക്കുന്ന മീനിങ്ങും നല്ല രണ്ടാ. ഇത് രണ്ടും ഒന്ന് തന്നെ ആണെങ്കിൽ ഏതെങ്കിലും ഒന്ന് പിടിച്ചാൽ പറയാം. സോ ഇതെന്ന് പറഞ്ഞാൽ ഇസഡിന് 3 കൊടുത്തു, അപ്പൊ 27 എനിക്ക് കിട്ടി. ഇതെന്ന് പറഞ്ഞാൽ ലിമിറ്റിന്റെ മീനിങ് എന്തുവാ? ഇസഡിന് 3 കൊടുത്താൽ 27 കിട്ടും. മീൻസ് നമ്മൾ മുൻകൂർ പറയുക അതിങ്ങനെ പോയാൽ അത് ആയിരിക്കും. അതാണ് ലിമിറ്റും സാധാ കൊടുക്കുന്നുള്ള വ്യത്യാസം. ഓക്കെ, സോ അതിനെ ഡെഫിനിഷൻ എഴുതിയേക്കുന്നത് ലിമിറ്റ് ഇസഡ് ടൈംസ് ടു എ എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു എൽ. ഇതിന്റെ മീനിങ് എന്തുവാ? ഇസഡിന് എ കൊടുത്താൽ അല്ലെങ്കിൽ ഇസഡ് എയിലേക്ക് അപ്രോച്ച് ചെയ്താൽ നമ്മുടെ എഫ് ഓഫ് ഇസഡ് എൽ ആകും. സോ അവിടെ ഐ എന്ന് പറയത്തില്ല, ആകും. ഇതാണ് ലിമിറ്റിന്റെയും സാധാരണ നമ്മൾ വാല്യൂ കൊടുക്കുന്നതിന്റെ മീനിങ്. ലിമിറ്റ് കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആ നമ്പർ കൊടുത്താൽ മതി. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ, find the limit of f of z is equal to z square at z is equal to 10. z 10 ആകുമ്പോൾ ഉള്ള ഈ f of z ലിമിറ്റ് കാണുക. സോ എങ്ങനെയാണ് ചെയ്യുന്നത്? ലിമിറ്റ് z tends to 10 f of z, that is ലിമിറ്റ് z tends to 10 z square. ഇത് കാണുന്നത് എങ്ങനെ? ഈ ലിമിറ്റിന്റെ വാല്യൂ എടുത്തിട്ട് കൊടുക്കും, ദാറ്റ് ഈസ് 10ന്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 100. ഇവിടെ ചെയ്ത് എന്തുവാ? ആ 10 എടുത്ത് ഇസഡിന് കൊടുത്തു, അപ്പൊ 10 ക്വസ്റ്റ്യൻ ഇസഡ് സ്ക്വയർ എന്നാ. സോ 10 എടുത്ത് ഇസഡിന് കൊടുത്തപ്പോൾ 10ന്റെ സ്ക്വയർ 100. ഇനി ഇത്ര ഉള്ളു ഉത്തരം, അതിന്റെ ലിമിറ്റ് കിട്ടി. ഈ സപ്പോസ് എഫ് ഓഫ് 10 കാണാൻ പറഞ്ഞാലോ, എഫ് ഓഫ് 10 അതേ മീനിങ് എന്തുവാ? ഇസഡിന് 10 കൊടുക്കണം, അതും 10ന്റെ സ്ക്വയർ എത്ര? 100. രണ്ടിന്റെ ആൻസർ സെയിം ആണ്, 100 100. നമ്മുടെ വ്യത്യാസം ഇവിടെ ഞാൻ ലിമിറ്റ് കണ്ടുപിടിച്ചു, ഇവിടെ ഞാൻ ഡയറക്റ്റ് ഇട്ട് കൊടുത്തു. വ്യത്യാസം ഇതിന്റെ മീനിങ് വ്യത്യാസം. എഫ് ഓഫ് 10ന്റെ മീനിങ് 10 കൊടുത്തപ്പം 100 കിട്ടി. സോ അതിന്റെ മീനിങ് 10 കൊടുത്തു 100 കിട്ടി. സോ അതാണ് മീനിങ്, 10 കൊടുത്തു 100 കിട്ടി, അതാണ് മീനിങ്. ഇതിന്റെ മീനിങ്ങോ 10 കൊടുത്താൽ 100 കിട്ടും. ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻകൂർ ഞാൻ എടുക്കുന്ന പോലെ ഇത് കൊടുത്താൽ അത് കിട്ടും, അതാണ് ലിമിറ്റ്. മറ്റേത് കൊടുത്തു കിട്ടി. ഓക്കെ, സോ അതാണ് ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ. നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് ലിമിറ്റാ. സോ അടുത്ത നമ്മൾ ഹെഡിങ് കൊടുക്കുക, ഒരു നോട്ട് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് എഴുതി വെക്കുക. ലിമിറ്റിന്റെ ഒരു പ്രോപ്പർട്ടി ആണ്. സോ ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ മസ്റ്റ് ബി യൂണീക്ക്. ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ മസ്റ്റ് ബി യൂണീക്ക്. ഒരു ഫംഗ്ഷൻ ലിമിറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് യൂണീക്ക് ആയിരിക്കണം. യൂണീക്ക് മീൻസ് ഇപ്പം ഞാൻ ഒരു ഫംഗ്ഷൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസർ തന്നെ ആയിരിക്കണം എല്ലാവരും കിട്ടുന്നത്. അതായത് നിങ്ങളിപ്പം എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ, എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ. ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് അറ്റ് ഇസഡ് ഈക്വൽ ടു കണ്ടുപിടിക്കുക. ഒരു ക്വസ്റ്റ്യൻ പോലെ ഫൈൻഡ് ദി ലിമിറ്റ് അറ്റ് ഇസഡ് ഈക്വൽ ടു ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ. ഓക്കെ, ഇങ്ങനെ ലിമിറ്റ് ആണെന്ന് ലിമിറ്റ് ഇസഡ് ടേൺസ് ടു 2 എഫ് ഓഫ് ഇസഡ്, ദാറ്റ് ഈസ് ലിമിറ്റ് ഇസഡ് ടേൺസ് ടു എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ ഇസഡ് സ്ക്വയർ, ദാറ്റ് ഈസ് 2 വെക്കുമ്പോൾ 2 സ്ക്വയർ 4. സോ ഇങ്ങനെ ലിമിറ്റ് ആണെന്ന്. ലിമിറ്റിന്റെ മീനിങ് എന്തുവാ? ഇസഡ് 2 ആയാൽ നമ്മുടെ ഈ എഫ് ഓഫ് ഇസഡ് 4 ആവും. ഓക്കെ, സോ ഇങ്ങനെ ലിമിറ്റ് ആണെന്ന്. അപ്പൊ ഞാൻ ഈ ഫംഗ്ഷൻ ലിമിറ്റ് കണ്ടുപിടിച്ചാൽ എനിക്ക് ഉത്തരം കിട്ടിയത് 4 ഉത്തരം കിട്ടിയത്. അപ്പൊ എനിക്ക് ഉത്തരം കിട്ടിയത് 4. ഏത് ഫംഗ്ഷൻ ലിമിറ്റ്? ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് ഏത് പോയിന്റില്? ഈ പോയിന്റില്. അപ്പൊ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ലിമിറ്റ് ഇസഡ് ഈക്വൽ ടു എന്ന് പറയുന്ന പോയിന്റിൽ എനിക്ക് 4 കിട്ടിയേ. അതിന് ലോകത്തുള്ള എല്ലാവർക്കും 4 കിട്ടാവൂ. എനിക്ക് 4 കിട്ടി, വേറൊരാൾക്ക് 5 കിട്ടാൻ പാടില്ല. സോ അതാണ് യൂണീക്ക്. മീൻസ് ഉത്തരം എപ്പോഴും സെയിം ആയിരിക്കണം. ഈ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ഇസഡ് സ്ക്വയറിന്റെ ഇസഡ് 2 ലിമിറ്റ് 4 കിട്ടിയത്. ഇനി ഇസഡ് ഈക്വൽ 3 ലിമിറ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 9 കിട്ടും. സോ അത് ലോകത്തുള്ള എല്ലാ 9 ആയിരിക്കും. ഇസഡ് ഈക്വൽ 4 എന്നുള്ള പോയിന്റ് കാണുവാണെങ്കിൽ ലിമിറ്റ് 16 കിട്ടും. സോ യൂണീക്ക് മീൻസ് എപ്പോഴും ഒരു ലിമിറ്റ്, നമ്മൾ ലിമിറ്റ് കാണുമ്പോൾ അതിന് ഒറ്റ വാല്യൂ, ഒറ്റ ഉത്തരവേ കാണാൻ പാടുള്ളൂ. ഇപ്പം ഞാൻ ലിമിറ്റ് അടിച്ചപ്പോൾ എനിക്ക് ഉത്തരം കിട്ടി, വേറൊരാൾക്ക് വേറുത്തരം കിട്ടി. സോ ഒരിക്കലും അങ്ങനെ വരാൻ പാടില്ല. സോ ലിമിറ്റ് എപ്പോഴും യൂണീക്ക് ആയിരിക്കണം. സോ അതാണ് ലിമിറ്റിന്റെ ഒരു പ്രോപ്പർട്ടി. ഓക്കെ, സോ ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ മസ്റ്റ് ബി യൂണീക്ക് ആയിരിക്കണം. വേറെ ഉണ്ട് പ്രോപ്പർട്ടി അല്ല, ഇതിന് പ്രത്യേക ഇതൊന്നും വേണ്ട. നമ്മൾ ലിമിറ്റ് കാണുമ്പോൾ നിങ്ങൾ ജസ്റ്റ് മനസ്സിൽ ഇരുന്നാൽ മതി. നമ്മൾ ലിമിറ്റ് കാണുമ്പോൾ ഒരിക്കലും ലിമിറ്റിന്റെ ആൻസർ ആയിട്ട്
ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് വരാൻ പാടില്ല. എന്താ ഫോംസാ? ഇൻഡിറ്റർമിനേറ്റ്. അടുത്ത നിങ്ങൾ ഹെഡിങ് കൊടുക്കുക, ഒരു നോട്ട് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് എഴുതി വെക്കുക. ലിമിറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. സോ ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ must be unique. ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ മസ്റ്റ് ബി യൂണീക്ക്. ഒരു ഫംഗ്ഷൻ ലിമിറ്റ് കാണാൻ നിങ്ങൾക്ക് യൂണീക്ക് ആയിരിക്കണം. യൂണീക്ക് മീൻസ് ഇപ്പം ഞാൻ ഒരു ഫംഗ്ഷൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസർ തന്നെ ആയിരിക്കണം എല്ലാവരും കിട്ടുന്നത്. അതായത് നിങ്ങളിപ്പം എഫ് ഓഫ് ഇസഡ് ഈക്വൽ ഇസഡ് സ്ക്വയർ, എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ, ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് അറ്റ് ഇസഡ് ഈക്വൽ 2 കണ്ടുപിടിക്കുക. ഒരു ക്വസ്റ്റ്യൻ പോലെ ഫൈൻഡ് ദി ലിമിറ്റ് അറ്റ് ഇസഡ് ഈക്വൽ 2 ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ഇസഡ് സ്ക്വയർ. ഓക്കെ, ഇങ്ങനെ ലിമിറ്റ് ആണെന്ന് ലിമിറ്റ് ഇസഡ് ടേൺസ് ടു 2 എഫ് ഓഫ് ഇസഡ്, ദാറ്റ് ഈസ് ലിമിറ്റ് ഇസഡ് ടേൺസ് ടു എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ ഇസഡ് സ്ക്വയർ, ദാറ്റ് ഈസ് 2 കൊടുക്കുമ്പോൾ 2 സ്ക്വയർ 4. സോ ഇങ്ങനെ ലിമിറ്റ് ആണെന്ന്. ലിമിറ്റിന്റെ മീനിങ് എന്തുവാ? ഇസഡ് 2 ആയാൽ നമ്മുടെ ഈ എഫ് ഓഫ് ഇസഡ് 4 ആവും. ഓക്കെ, സോ ഇങ്ങനെ ലിമിറ്റ് ആണെന്ന്. അപ്പോൾ ഞാൻ ഈ ഫംഗ്ഷൻ ലിമിറ്റ് എടുത്തു, എനിക്ക് ഉത്തരം കിട്ടിയത് 4 ഉത്തരം കിട്ടിയത്. അപ്പോൾ എനിക്ക് ഉത്തരം കിട്ടിയത് 4. ഏത് ഫംഗ്ഷൻ ലിമിറ്റ്? ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് ഏത് പോയിന്റിൽ? ഈ പോയിന്റിൽ. അപ്പോൾ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ലിമിറ്റ് ഇസഡ് ഈക്വൽ 2 എന്ന് പറയുന്ന പോയിന്റിൽ എനിക്ക് 4 കിട്ടിയേ. അതിന് ലോകത്തുള്ള എല്ലാവർക്കും 4 കിട്ടാവൂ. എനിക്ക് 4 കിട്ടി, വേറൊരാൾക്ക് 5 കിട്ടാൻ പാടില്ല. സോ അതാണ് യൂണീക്ക്. മീൻസ് ഉത്തരം എപ്പോഴും സെയിം ആയിരിക്കണം. ഈ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ഇസഡ് സ്ക്വയറിന്റെ ഇസഡ് 2 ലിമിറ്റ് 4 കിട്ടിയത്. ഇനി ഇസഡ് ഈക്വൽ 3 ലിമിറ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 9 കിട്ടും. സോ അത് ലോകത്തുള്ള എല്ലാ 9 ആയിരിക്കും. ഇസഡ് ഈക്വൽ ടു 4 എന്നുള്ള പോയിന്റ് കാണുവാണെങ്കിൽ ലിമിറ്റ് 16 കിട്ടും. സോ യൂണീക്ക് മീൻസ് എപ്പോഴും ഒരു ലിമിറ്റ്, നമ്മൾ ലിമിറ്റ് കാണുമ്പോൾ അതിന് ഒറ്റ വാല്യൂ, ഒറ്റ ഉത്തരവേ കാണാൻ പാടുള്ളൂ. ഇപ്പം ഞാൻ ഒരു ലിമിറ്റ് അടിച്ചപ്പോൾ എനിക്ക് ഉത്തരം കിട്ടി, വേറൊരാൾക്ക് വേറൊരുത്തരം കിട്ടി, വേറൊരുത്തരം കിട്ടി. സോ ഒരിക്കലും അങ്ങനെ വരാൻ പാടില്ല. സോ ലിമിറ്റ് എപ്പോഴും യൂണീക്ക് ആയിരിക്കണം. സോ അതാണ് ലിമിറ്റിന്റെ ഒരു പ്രോപ്പർട്ടി. ഓക്കെ, സോ ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ മസ്റ്റ് ബി യൂണീക്ക് ആയിരിക്കണം. വേറെ ഉണ്ട് പ്രോപ്പർട്ടി അല്ല, പിന്നെ പ്രത്യേക അതായത് ഇതൊന്നും വേണ്ട. നമ്മൾ ലിമിറ്റ് കാണുമ്പോൾ നിങ്ങൾ ജസ്റ്റ് മനസ്സിലിരുന്നാൽ മതി. നമ്മൾ ലിമിറ്റ് കാണുമ്പോൾ ഒരിക്കലും ലിമിറ്റിന്റെ ആൻസർ ആയിട്ട് ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് വരാൻ പാടില്ല. എന്താ ഫോംസാ? ഇൻഡിറ്റർമിനേറ്റ്. സോ അടുത്ത ലിമിറ്റിന്റെ ഒരു പ്രത്യേകത, നമ്മൾ ലിമിറ്റ് കാണുമ്പം അത് നിങ്ങൾ എഴുതൊന്നും വേണ്ട. ലിമിറ്റ് കാണുമ്പം നമുക്കൊരിക്കലും ലിമിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ലിമിറ്റിന്റെ ആൻസർ ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ലിമിറ്റ് കണ്ടുപിടിക്കുമ്പം നിങ്ങൾക്ക് ഒരിക്കലും എന്ത് വരാൻ പാടില്ല? ഒരു 7 ഫോം വരാൻ പാടില്ല. ഒരു 7 ഫോം. ആ 7 ഫോമിനെ വിളിക്കുന്ന പേരാണ് ഇൻഡിറ്റർമിനേറ്റ് ഫോം. ഓക്കെ, ഇൻഡിറ്റർമിനേറ്റ് ഫോം 1, 2, 3, 4, 7 എണ്ണം ഉണ്ട്. 1, 2, 3, 4, 5, 6, 7. ഒരെണ്ണമാണ് 0/0. വേറെണ്ണമാണ് ഇൻഫിനിറ്റി. പിന്നെ ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി. സോ ഇങ്ങനെ 7 എണ്ണം ഉണ്ട്. അത് തിരിട്ട് തരാം. 7 എണ്ണം ഉണ്ട്. സോ ആ 7 എണ്ണം ലിമിറ്റ് കാണാൻ വരാൻ പാടില്ല. നിങ്ങൾ എന്തെങ്കിലും ലിമിറ്റ് കാണുമ്പം ആ 7 ഫോം ഒരിക്കലും വരാൻ പാടില്ല. ഓക്കെ, നിങ്ങൾ ആ 7 എണ്ണം നോക്കിക്കോണം എന്തൊക്കെയാണെന്ന്. ആ 7 ഫോമിനെ പറഞ്ഞ പേരാ ഇൻഡിറ്റർമിനേറ്റ് ഫോം. അപ്പോൾ ഈ 7 എണ്ണം വരാൻ പാടില്ല. സപ്പോസ് നിങ്ങൾ എന്തെങ്കിലും ലിമിറ്റ് കാണുമ്പം ഈ 7 എണ്ണം വന്നാൽ അതിനർത്ഥം ലിമിറ്റ് ഇല്ല എന്നല്ല. ലിമിറ്റ് കാണാൻ വേണ്ടി നമ്മൾ വേറൊരു മെത്തേഡ് അപ്ലൈ ചെയ്യണം. ഇപ്പോൾ നമ്മൾ സപ്പോസ് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വഴിയിൽ 0/0 എന്ന് വന്നു. അപ്പോൾ 0/0 എന്താ ഫോമാണ്? ഇൻഡിറ്റർമിനേറ്റ് ഫോം. സോ അതിനർത്ഥം ലിമിറ്റ് ഇല്ല എന്നല്ല, നമ്മൾ ചെയ്തു വന്ന രീതി തെറ്റാണ്. നമ്മൾ അങ്ങനെ മെത്തേഡ് മാറ്റണം. സോ വേറെ മെത്തേഡ് ചെയ്തു പോകണം. സോ അപ്പോഴും 0/0 വന്നു. അപ്പോൾ പിന്നെയും മെത്തേഡ് മാറ്റണം. സോ ചുരുക്കം പറഞ്ഞാൽ ഇൻഡിറ്റർമിനേറ്റ് ഫോം വരുന്നത് ഉത്തരം ഇല്ലാത്തപ്പോഴല്ല. ഇൻഡിറ്റർമിനേറ്റ് ഫോം വന്നാലും ഉത്തരവുണ്ട്, പക്ഷേ നമ്മൾ വേറെ മെത്തേഡ് ചെയ്യണം. ഓക്കെ, സോ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമുക്ക് ലിമിറ്റ് എന്ത് വരാൻ പാടില്ല? ഈ പറയുന്ന 7 ഫോം വരാൻ പാടില്ല. 7 ഫോമാണ് ഇൻഡിറ്റർമിനേറ്റ് ഫോം. ആ 7 എണ്ണം ഇട്ട് വരാൻ നിങ്ങൾ ജസ്റ്റ് ഇൻഡിറ്റർമിനേറ്റ് ഫോം പറഞ്ഞിട്ട് ഒരു ഹെഡിങ് കൊടുത്തിട്ട് ഇങ്ങനെ എഴുതി മതിയായിരുന്നു. സോ ആ 7 എണ്ണം അറിഞ്ഞിരിക്കുകയും ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ ഒരു കണക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വന്നു, ഏതൊരു കണക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം ഇങ്ങനെ വന്നു 1/0. ഉത്തരം 1/0 ആയ 1/0 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയാണ്. ഒരു സംഖ്യ ബൈ 0 ഇൻഫിനിറ്റിയാണ്. സോ
സോ ഇൻഫിനിറ്റി ഉത്തരം കിട്ടി. ഇൻഫിനിറ്റി ഇൻഡിറ്റർമിനന്റ് ഫോം ആണോ ഡിറ്റർമിനന്റ് ഫോം ആണോ? സോ ഇത് ഇൻഡിറ്റർമിനന്റ് ഫോം അല്ല. സോ ഇൻഫിനിറ്റി വരാൻ കുഴപ്പമൊന്നുമില്ല, ഇൻഫിനിറ്റി വരുന്നത് കുഴപ്പമില്ല. പക്ഷേ 0/0 ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി അങ്ങനെ വരാൻ പാടില്ല. ഉത്തരം ഇൻഫിനിറ്റി വന്നാൽ കുഴപ്പമൊന്നുമില്ല. അതായത് നിങ്ങൾ ലിമിറ്റ് കാണുമ്പോൾ ഉത്തരം ഇൻഫിനിറ്റി വന്നാൽ അതിനർത്ഥം ആ ലിമിറ്റ് ഇൻഫിനിറ്റി ആണ് എന്നേ ഉള്ളൂ മീനിങ്. അത് കുഴപ്പമൊന്നുമില്ല. ഈ പറഞ്ഞ 7 ഫോം വരാൻ പാടില്ല. അപ്പോൾ ആ 7 ഫോം ഏതൊക്കെയാണ് നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞു നോക്കണം. ഓക്കെ, സോ നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഫോം വന്നു കഴിഞ്ഞാൽ സോ അപ്പോൾ നമ്മൾ മെത്തേഡ് മാറ്റേണ്ടി വരും, കണക്ക് ചെയ്യുന്ന മെത്തേഡ് മാറ്റേണ്ടി വരും. അപ്പോൾ അതറിയണമെങ്കിൽ ആ 7 ഫോം പരിശോധന. സോ ആണ് ലിമിറ്റ് കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇവാലുവേറ്റ് ലിമിറ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലിമിറ്റ് z → 0 mod z. ഈ തന്ന ലിമിറ്റ് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കുക. സോ വിച്ച് ഈസ് ഈക്വൽ ടു, ക്വസ്റ്റ്യൻ ചെയ്താൽ ലിമിറ്റ് z → 0 മോഡുലസ് ഓഫ് z ഈസ് ഈക്വൽ ടു, എങ്ങനെ ലിമിറ്റ് ആണെന്ന് ആ വാല്യൂ ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് 0. ഇത്ര 0. സോ ഇത്രയുള്ള കാര്യം. അടുത്തൊരു ക്വസ്റ്റ്യൻ, ലിമിറ്റ് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലിമിറ്റ് z → 0 1/z. എങ്ങനെ കാണുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു z 0 എടുക്കുക. ദാറ്റ് ഈസ് 1/0. 1/0 ഡിറ്റർമിനന്റ് ഫോം ആണോ ഇൻഡിറ്റർമിനന്റ് ഫോം ആണോ? സോ 1/0 ഒരിക്കലും ഇൻഡിറ്റർമിനന്റ് ഫോം അല്ല. സോ 1/0 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയാണ്. സോ അത്രയും ഉള്ളത്, വേറൊന്നുമില്ല. നമുക്ക് 1/0 നമുക്ക് ഇൻഫിനിറ്റി ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ് പറയാം. ഡസ് നോട്ട് എക്സിസ്റ്റ് മീൻസ് അങ്ങനെ നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇൻഡിറ്റർമിനറ്റ് ഫോം വേറെ, ഡസ് നോട്ട് എക്സിസ്റ്റ് വേറെ. ഡസ് നോട്ട് എക്സിസ്റ്റ് മീൻസ് ഇൻഫിനിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് ആ നമ്പറിന്റെ അറിയത്തില്ല. ഇൻഡിറ്റർമിനറ്റ് ഫോം പറഞ്ഞാൽ ആ ഏഴെണ്ണമാണ് ഇൻഡിറ്റർമിനറ്റ് ഫോം, ഡിറ്റർമൈൻ ചെയ്യാത്ത ഫോം. അത് ഫോമുകളാണ്, ഡിറ്റർമൈൻ ചെയ്യാത്ത ഫോം. ഇത് ഡിറ്റർമൈൻ ചെയ്യാത്തൊരു നമ്പർ, നമുക്കറിയാത്തൊരു നമ്പർ. സോ നോട്ട് എക്സിസ്റ്റ്, അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യാത്തൊരു നമ്പർ. സോ അടുത്ത ക്വസ്റ്റ്യൻ, ലിമിറ്റ് z → 1 1/z-1 ചെയ്യുന്ന 1/1 - 1 is equal to 1/0 ഇൻഫിനിറ്റി ബ്രാക്കറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ലിമിറ്റ് z → 0 mod z/z. ഓക്കെ, ചെയ്യുന്ന നോക്കണം. ലിമിറ്റ് കാണാൻ സാധാരണ നമ്മൾ ലിമിറ്റ് കാണുന്നത് എങ്ങനെ, z 0 കൊടുത്താൽ മതി. എന്നിട്ട് ഈക്വൽ ടു കൊടുക്കുമ്പോൾ mod 0/0 mod 0 0 0/0 0/0 ഇൻഡിറ്റർമിനന്റ് ഫോം, നോട്ട് ഡിപെൻഡ് അല്ല. 0/0 നോട്ട് ഡിപെൻഡ് എഴുതി വെക്കുന്നത്. ഇൻഡിറ്റർമിനറ്റ് ഫോം ഇൻഡിറ്റർമിനറ്റ് ഫോം. ഈ 0 വെട്ടിക്കളഞ്ഞ് ഒന്നും എഴുതി വെക്കരുത്. ഇൻഡിറ്റർമിനറ്റ് ഫോം. ഓക്കെ, കുറച്ച് തന്നായിരുന്നല്ലോ 7 ഇൻഡിറ്റർമിനറ്റ് ഫോം ആണെന്ന് പറഞ്ഞുകൊണ്ട്. സോ ഇൻഡിറ്റർമിനറ്റ് ഫോം വന്നു കഴിഞ്ഞാൽ അർത്ഥം ഇതിന് ലിമിറ്റ് ഇല്ല എന്നല്ല, ഇതിങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന്. സോ വേറെ പ്രൊസീജിയർ ചെയ്യാം. ഇനി ഈ ടൈപ്പ് വരുന്ന എല്ലാം ഞാൻ ഈ കണക്ക് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ എഴുതുക ഇൻഡിറ്റർമിനറ്റ് ഫോം. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഈ ലിമിറ്റ് z → 0 എന്നുള്ളത്, നിങ്ങൾ z എന്തുവാ കോംപ്ലക്സ് നമ്പർ, അതാണ് നമ്മൾ കോംപ്ലക്സ് പഠിക്കുന്നത്. നിങ്ങൾ z-ന് x+iy എന്ന് ചൂസ് ചെയ്യാം. x+iy, ഈ x+iy മീനിങ് x,y എന്നാണ് ഓർത്തോണം. x+iy എന്ന് പറഞ്ഞാൽ x,y എന്നുള്ള മീനിങ്ങും ഉണ്ട്. ഓക്കെ, സോ അന്നേരം ബാക്കി ഇങ്ങനെ വരും. ലിമിറ്റ് z → 0 ഇതിന്റെ അർത്ഥം x+iy → 0 എന്നാണ്. x+iy → 0 എന്ന് പറയുമ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ 0 ആവണമെങ്കിൽ അതിന് റിയൽ പാർട്ട് 0 ആവണം, ഇമാജിൻ പാർട്ട് 0 ആവണം. കാരണം രണ്ടുപേരും 0 ആയാലേ ഒരു കോംപ്ലക്സ് നമ്പർ 0 ആവത്തുള്ളൂ എന്ന് പറഞ്ഞാൽ. അപ്പം z → 0 വരുമ്പോൾ ഇങ്ങനെ എഴുതാം, x+iy → 0. അതിന് പകരം x,y → 0 എന്ന് 0 എന്ന് എഴുതിയാൽ മതി. എക്സും 0 ആവണം, വൈയും 0 ആവണം. എക്സും വൈയും 0 ആയാലല്ലേ, രണ്ടുപേരും 0 ആയാലല്ലയോ ഈ z 0 ആവത്തുള്ളൂ. കാരണം z → 0 എന്ന് എഴുതിയിരിക്കുന്നത്. സോ ഇത്രേ ഉള്ളൂ. z → 0 പകരം x,y → 0,0 എഴുതുക. ദെൻ മോഡുലസ് ഓഫ് x+iy ബൈ x+iy. ഈ മോഡുലസ് ഓഫ് x+y കാണുന്നത് എങ്ങനെ, അതായത് കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, z is equal to x+iy ആണെങ്കിൽ മോഡ് z കാണുന്നത് എങ്ങനെ, √(x²+ y²). ശരിയല്ലേ? സോ ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് ലിമിറ്റ് x,y → 0,0 മോഡുലസ് ഓഫ് x+y എന്ന് പറഞ്ഞാൽ എന്തുവാ, √(x²+ y²). കോംപ്ലക്സ് നമ്പർ മോഡുലസ് ഡിവൈഡഡ് ബൈ x+iy. സോ ഇതിന്റെ മീനിങ് എന്തുവാ, x,y → 0,0. എക്സും 0 ആവണം, വൈയും 0 ആവണം. അപ്പോൾ നിങ്ങൾ എക്സിനും വൈക്കും എന്ത് കൊടുക്കുക, 0 കൊടുക്കുക. അങ്ങനെ എഴുതിയേക്കുന്നത് x,y → 0,0. അപ്പോൾ എക്സിന് 0 കൊടുക്കുക, വൈക്കും 0 കൊടുക്കുക.
കൊടുക്കുമ്പം ഈസ് ഈക്വൽ ടു എക്സിന് വൈക്കും 0 കൊടുക്കും. അപ്പോൾ റൂട്ട് ഓഫ് 0² + 0² ബൈ 0 + 0 i0 അല്ലേ. 0² + 0² മേളിൽ എന്തായാലും 0 വരും. താഴെ 0 + 0 ആയി, താഴെ പിന്നെ 0 വന്നു. 0/0 ബ്രാക്കറ്റിൽ ഇൻഡിറ്റർമിനേറ്റ് ഫോം. ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഉത്തരം ഇല്ലെന്നല്ല, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. പക്ഷെ ഇതൊക്കെ വെട്ടിക്കളയരുത്. ഇതൊക്കെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ സ്റ്റെപ്പിൽ കാണേണ്ടതാണ്. ഓക്കെ, സോ ഇങ്ങനെ പിന്നെ വന്നു കഴിഞ്ഞാൽ അടുത്ത പ്രൊസീജിയർ പുട്ട് y = mx. വൈക്ക് എന്ത് കൊടുക്കുക? mx എന്ന് ചൂസ് ചെയ്യുക. എല്ലാ കണക്കിലും ഇതുപോലെ ഉള്ളൂ. ലിമിറ്റ് കാണുന്ന എല്ലാ കണക്കിലും y = mx എന്ന് ചൂസ് ചെയ്യുക. എന്തുകൊണ്ട് y = mx ചൂസ് ചെയ്യുന്നുള്ളത് പിന്നെ ഞാൻ പറയാം. കാരണം പിന്നെ പറയാം. ഞാൻ ഇപ്പോൾ കണക്ക് ചെയ്യുന്നത് മാത്രം പറയുക. സോ y = mx എന്ന് ചൂസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ചൂസ് ചെയ്യുമ്പോൾ y = mx ആണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കോണം, ബാക്കിയെല്ലാം വാങ്ങിക്കുക. സോ ഈസ് ഈക്വൽ ടു ലിമിറ്റ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, നമ്മൾ ഇവിടെ ഈ സ്റ്റെപ്പ് വരെ എക്സ് വൈ ടേംസ് 0 എഴുതിയേക്കുന്നത്. അപ്പോൾ y = m ആകുമ്പോഴേ y = mx ആകുമ്പോഴേ y = mx ആകുമ്പം എന്തുവായാലും x 0 പയ്യൻ ടേംസ് 0. അപ്പോൾ എന്തുകൊണ്ട് y = mx ചൂസ് ചെയ്തു? അതിന്റെ കാരണം നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് എക്സ് വൈ ടേംസ് 0 എന്നാണ്. അതിനർത്ഥം എക്സും 0 ആണ്, വൈയും 0 ആണ് എന്ന് പറയുമ്പോൾ എക്സ് 0 ആകുമ്പോൾ y 0 ആണ്. അങ്ങനെ ഒരു എക്സും വൈ നമ്മളൊരു ബന്ധം കണ്ടെത്താം. അതിനുള്ള പറ്റിയ ബന്ധമാണ് ഇത്. കാരണം ഇവിടെ എക്സിന് 0 കൊടുത്താൽ y എന്താ വരും? y = m × 0. 0 വരത്തില്ലേ? സോ എക്സും വൈ ഒരേ സമയത്ത് 0 ആകുമ്പോൾ റിലേഷൻ അതായത് y = mx. ഓക്കെ, അതുകൊണ്ടാണ് y = mx കൊടുത്തത്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനർത്ഥം എന്തുവാ? സോ y = mx കൊടുത്തു കഴിഞ്ഞാൽ മീനിങ് എക്സ് 0 ആയി കഴിഞ്ഞാൽ വൈയും 0 ആണ്. y = mx, എക്സ് 0 ആയാൽ വൈയും 0 ആണ്. സോ അതിന്റെ മീനിങ് ഇനി നിങ്ങൾ ലിമിറ്റ് എഴുതുമ്പോൾ ലിമിറ്റ് താഴെ എക്സ് വൈ ടേംസ് 0 എഴുതണ്ട, പകരം എക്സ് ടേംസ് 0 എഴുതിയാൽ മതി. കാരണം എക്സ് 0 ആകുമ്പോൾ വൈയും 0 ആണ്. പിന്നെ എപ്പോഴും എക്സും വൈയും 0 എടുത്തെഴുതേണ്ട കാര്യമില്ല. കാരണം ബാക്കി y = mx ആണ് കൊടുക്കുന്നത്. y = mx. അപ്പോൾ ഇതെങ്ങനെ വരും? ഇതിന്റെ ബാക്കിയാണ് റൂട്ട് ഓഫ് x² പ്ലസ് വൈക്ക് പകരം mx. അപ്പോൾ mx-ന്റെ സ്ക്വയർ ബൈ താഴെ x പ്ലസ് imx. കണ്ടോ? എന്ന് പറഞ്ഞാൽ ഇപ്പം വൈക്ക് പകരം mx കൊടുക്കുമ്പോൾ ഇതിനകത്ത് മൊത്തം x മാത്രമേ ഉള്ളൂ. മൊത്തം x മാത്രമേ ഉള്ളെങ്കിൽ ഇവിടെ ലിമിറ്റിനകത്ത് x ടേംസ് 0 എഴുതിയാൽ മതി, വൈയുടെ ആവശ്യമില്ല. ഇനി x 0 ആകുമ്പോൾ y 0 ആവുകയും ചെയ്യും. y = mx എന്നുള്ള ബന്ധം വെച്ചിട്ട് y = mx എന്നുള്ള ബന്ധത്തിൽ ഞാൻ കൊടുത്തേ x 0 ആകുമ്പോൾ y എന്താവും? 0 ആവുകയും ചെയ്യും. എന്നാൽ പിന്നെ വൈയുടെ ആവശ്യമില്ല. ശരിക്കും വൈ ഒഴിവാക്കി, അത്ര ഉള്ള കാര്യം. എല്ലാ കണക്ക് മീൻസ് ഈ ലിമിറ്റ് വേണം. എല്ലാ കണക്കിൽ ഈ പ്രൊസീജിയറേ ഉള്ളൂ. ഈ 0/0 വരുവാണെങ്കിൽ ഒന്ന് ചെറുതൊക്കെ ആക്കിയതിനു ശേഷം ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് x → 0 റൂട്ട് ഓഫ് x² പ്ലസ് mx² അപ്പോൾ m² x² ബൈ ഇവിടെ x കോമൺ എടുക്കാം, x × 1 + im. ശരിയല്ലേ? താഴെ x കോമൺ എടുക്കും. ഓക്കെ, ഈസ് ഈക്വൽ ടു ലിമിറ്റ് x → 0 ഇവിടുന്ന് മേളിൽ x² കോമൺ എടുക്കാം. അപ്പോൾ റൂട്ട് ഓഫ് x² × 1 + m² ബൈ x × 1 + im. റൂട്ട് x² എന്ന് പറഞ്ഞാൽ x ആണ്. ഞാൻ വായിക്കുമോ? നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് എഴുതാം. റൂട്ട് x² എന്ന് പറഞ്ഞാൽ x. അപ്പോൾ x × റൂട്ട് 1 + m² എന്ന് വരും. സോ ഈ x വെച്ച് എന്ത് ചെയ്യും? വെട്ടിപ്പോവും. സോ നീ എന്ത് ചെയ്യുക നോക്കി, ലിമിറ്റ് x ടേംസ് 0 എന്നാ. എക്സിന് 0 കൊടുക്കുക. ഇവിടെ x ഉണ്ടോ? ഇല്ല. അപ്പോൾ ഉത്തരം ആ കിടക്കുന്നതിനായിരിക്കും. ദാറ്റ് ഈസ് റൂട്ട് 1 + m² ബൈ 1 + im. സപ്പോസ് ഒരു x എങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചുമ്മാ പറയാം. സപ്പോസ് താഴെ x ഇല്ല, മേലൊരു x ഉണ്ട്. അപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ 0 × ഇത് 0. അപ്പോൾ 0 ബൈ ഈ സാധനം. അപ്പോൾ ഉത്തരം എത്ര? 0. ഇനി ചിലപ്പോൾ മേളിൽ x ഇല്ല, താഴെ x ഉണ്ട്. അപ്പം മേളിൽ x ഇല്ല, താഴെ x ഉണ്ട്. അപ്പോൾ 0 കൊടുക്കുമ്പോൾ താഴെ 0 വരും, മേളിൽ 0 അല്ല. അപ്പോൾ എന്തോ ഒരു സാധനം ബൈ 0. അതെന്തോ? ഇൻഫിനിറ്റി. ഒരു സാധനം ബൈ 0 ഇൻഫിനിറ്റി. പക്ഷെ ഇവിടെ ഈ കണക്കിനകത്ത് x വെട്ടിപ്പോയി, x ഇല്ല. സോ x ഇല്ലെങ്കിൽ നിങ്ങൾക്ക് x ന് 0 കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം ഈ കിടക്കുന്നതായിരിക്കും ഉത്തരം. ഓക്കെ, സോ ഇതാണ് എൻ്റെ ലിമിറ്റ്. ഇനി ഇതാണ് ലിമിറ്റ്. ഓക്കെ,
സോ ഇങ്ങനെ ലിമിറ്റ് കാണുന്നത്. ഇനി ഈ ലിമിറ്റിന് പ്രശ്നമുണ്ട്. ലിമിറ്റ് എപ്പോഴും യുണീക്ക് ആയിരിക്കണം. ഓക്കെ, നിങ്ങളുടെ ഉത്തരത്തിനകത്ത് പറഞ്ഞോളാം. നിങ്ങളുടെ ഉത്തരത്തിനകത്ത് നമ്മൾ y സമം mx നൽകി കൊടുത്തേ. നമ്മൾ y സമം mx കൊടുത്തോണ്ടല്ലയോ ഇവിടെ ഈ സ്റ്റെപ്പിനകത്ത് m വന്നേ. ഈ ഉത്തരത്തിൽ m കയറി വന്നത് കണ്ടോ? ഓക്കെ, ഇനി സപ്പോസ് ഞാൻ m ന് 2 കൊടുക്കുക, m2 എന്ന് വിചാരിക്കുക. അതായത് സപ്പോസ് ഒരാൾ y സമം 2x കൊടുത്താൽ ഇവിടെ ഉത്തരം m ന്റെ പ്ലേസിൽ 2 വരും. സപ്പോസ് ഒരാൾ y സമം 3x കൊടുത്താൽ m ന്റെ പ്ലേസിൽ 3 വരും. സപ്പോസ് y ക്ക് 4x കൊടുത്താൽ m ന്റെ പ്ലേസിൽ 4 വരും. സോ സപ്പോസ് ഇപ്പം ഞാൻ m ന് 10 കൊടുത്താൽ എനിക്ക് ഇവിടെ ഒരു ഉത്തരം കിട്ടും. വേറൊരാൾ m ന് 5 കൊടുത്താൽ ഇവിടെ ഒരു ഉത്തരം കിട്ടും, വേറെ ഉത്തരം കിട്ടും. എൻ്റെ ഉത്തരം കിട്ടുന്നത്. പക്ഷേ ലിമിറ്റിന്റെ പ്രത്യേകത യുണീക്ക് ആയിരിക്കണം. എന്നുവെച്ചാൽ ലോകത്തുള്ള എല്ലാവരും ലിമിറ്റ് കാണുമ്പം ഒറ്റ ഉത്തരം കിട്ടാൻ പാടുള്ളൂ. ഞാൻ ഇപ്പം ഈ ക്ലാസ്സിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ ലിമിറ്റ് കാണാൻ പഠിപ്പിച്ചു. ഇസഡിന് 2 കൊടുക്കുന്നു, ഇസഡിന് 2 കൊടുക്കുമ്പോൾ 4 കിട്ടി. ലോകത്തുള്ള ആരും 2 കൊടുത്താലും 4 കിട്ടും. അതായത് ലിമിറ്റ് എപ്പോഴും യുണീക്ക് ആയിരിക്കണം. യുണീക്ക് മീൻസ് എല്ലാവർക്കും ഒരു ആൻസർ കിട്ടാവും. പക്ഷേ ഇവിടെ ഞാൻ y സമം 2x ചൂസ് ചെയ്താൽ ഒരാൾക്ക് ആൻസർ കിട്ടും. y സമം 3x ചൂസ് ചെയ്താൽ വേറൊരാൾക്ക് വേറെ ആൻസർ കിട്ടും. y സമം 4x ചൂസ് ചെയ്താൽ വേറെ ആൻസർ കിട്ടും. ഞാൻ mx ചൂസ് ചെയ്തപ്പോഴും ഇവിടെ m വന്നേ. അപ്പോൾ y സമം 2x ചൂസ് ചെയ്യുന്നതെങ്കിൽ m ഒരു വേരിയബിൾ അല്ലേ, m ആരും ആയിക്കൂടാതെ. അപ്പോൾ y സമം 2x ചൂസ് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന ഉത്തരം ആയിരിക്കത്തില്ല y സമം 3x ചൂസ് ചെയ്യുന്ന ആൾ. അതായത് ഉദ്ദേശിച്ചത് ഞാനിപ്പോൾ m ന് 5 കൊടുത്താൽ കിട്ടുന്ന ഉത്തരമല്ല m ന് 6 കൊടുത്താൽ കിട്ടുന്നത്. ഇതെന്ന് പറഞ്ഞാൽ എന്തിന്റെ ആൻസറാണ്? നമ്മൾ എന്ത് കാണുന്നത്? ലിമിറ്റാണ് കാണുന്നത്, ലിമിറ്റ്. സോ ലിമിറ്റ് കാണുമ്പോൾ ഉത്തരം യുണീക്ക് ആയിരിക്കണം. ഇത് യുണീക്ക് അല്ല, നോട്ട് യുണീക്ക്. സോ ഡസ് നോട്ട് എക്സിസ്റ്റ്. ലിമിറ്റ് ഇല്ലെന്ന് എഴുതുക അവിടെ, ഡസ് നോട്ട് എക്സിസ്റ്റ്. തിരിച്ചറിയുള്ള മാർഗം നിങ്ങൾ ചെയ്തു വരുമ്പോൾ ഉത്തരത്തിനകത്ത് ഈ m ഉണ്ടെങ്കിൽ ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, ഇനി സപ്പോസ് ചെയ്തു വരുമ്പോൾ m ഒന്നുമില്ല. സപ്പോസ് ഉത്തരം 0 കിട്ടുന്നേ എങ്കിൽ ഉത്തരം 0, ഇതൊന്നും എഴുതണ്ട. സപ്പോസ് ഉത്തരം ഇൻഫിനിറ്റി കിട്ടുന്നത്, ഇൻഫിനിറ്റി കിട്ടുന്ന എപ്പോഴാ? എന്തെങ്കിലും ബൈ 0, അതാണ് ഇൻഫിനിറ്റി. അപ്പോഴും ഒന്നും നോക്കണ്ട, ലിമിറ്റ് ഇൻഫിനിറ്റി എത്ര ഉള്ള കാര്യം? ഇൻഫിനിറ്റി ലിമിറ്റ് ഇൻഫിനിറ്റി കിട്ടി, എത്ര ഉള്ള കാര്യം? പക്ഷെ നിങ്ങളുടെ ഉത്തരത്തിൽ m ഉണ്ടെങ്കിൽ എന്തോ എഴുതണം? ഡസ് നോട്ട് എക്സിസ്റ്റ് എഴുതണം. ബിക്കോസ് അത് നോട്ട് യൂണീക്ക് അല്ല. കാരണം ഉത്തരത്തിൽ m ഉണ്ടെങ്കിൽ അതിനർത്ഥം m നെ ഡിപ്പെൻഡ് ചെയ്യും ഉത്തരം. അപ്പൊ m 5 ആണെങ്കിൽ ഒരു ഉത്തരവും, m 6 ആണെങ്കിൽ വേറെ ഉത്തരവും, m 10 ആണെങ്കിൽ വേറെ ഉത്തരം. ഇതാണ് മീനിങ്. അപ്പൊ പല ഉത്തരങ്ങൾ, ഉത്തരം എപ്പോഴും ഒന്നായിരിക്കണം. ഓക്കെ, സോ ഇങ്ങനെയാണ് ഈ ടൈപ്പ് ലിമിറ്റ് കാണുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ലിമിറ്റ് z → 0 z സ്ക്വയർ ബൈ മോഡ് z. ഓക്കെ, സോ ഫസ്റ്റ് ആദ്യം z 0 കൊടുക്കുക. അപ്പോൾ 0 സ്ക്വയർ ബൈ മോഡ് 0, ദാറ്റ് ഈസ് 0 ബൈ 0 ഇൻഡിറ്റർമിനേറ്റ് എഴുതിക്കോണം. അത് നമ്മൾ ചെയ്യുന്നത് എന്തുവാ? പുട്ട് z = x + iy. z x + iy ആണെങ്കിൽ മോഡ് z എന്തുവാ? √(x² + y²). സോ ഇട്ട് കൊടുക്കുക. അപ്പോൾ ലിമിറ്റ് z → 0, z സ്ക്വയർ എന്ന് പറയുമ്പോൾ x + iy ദി ഹോൾ സ്ക്വയർ ബൈ √(x² + y²). ഇതൊന്നും പറഞ്ഞാൽ കാര്യമില്ലല്ലോ. സോ അപ്പോൾ z → 0 എഴുതരുത്. എക്സും വൈ ആണെങ്കിൽ നിങ്ങൾ എന്ത് എഴുതാവും? x, y → 0,0 എന്ന് എഴുതാവും. കാരണം രണ്ടക്ഷരം വന്നു, എക്സും വൈ വന്നു. നിങ്ങൾ x ഉം y ക്കും 0 കൊടുക്കുമ്പോൾ 0 + i × 0 ദി ഹോൾ സ്ക്വയർ ബൈ √(0² + 0²). മേളത്തിൽ എന്തൊരു 0 താഴത്തെ 0 അത് 0 എല്ലാം അങ്ങനെ ആയിരിക്കും, 0/0. സോ ഇൻഡിറ്റർമിനേറ്റ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്തുവാ? പുട്ട് y = mx. y ക്ക് mx കൊടുക്കുക. ഓക്കെ, സോ ലിമിറ്റ് y ക്ക് mx കൊടുത്താൽ നിങ്ങൾ x → 0 എന്ന് മാത്രം എഴുതിയാൽ മതി. എല്ലാത്തിലും ഈ സെയിം സ്റ്റെപ്പാണ്. ഉത്തരം കിട്ടുന്നതേ ഉള്ളൂ, പലതും കിട്ടുന്നത്. സോ x → 0 എഴുതുക, y ക്ക് എല്ലാം mx കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ x + i mx എന്ന് എഴുതില്ലേ? x + i mx ദി ഹോൾ സ്ക്വയർ ബൈ താഴെ √(x² + mx ന്റെ സ്ക്വയർ. x² + y² എന്നുള്ളത് x² + mx ന്റെ സ്ക്വയർ. ലിമിറ്റ് x → 0, അത് a + b ദി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യാം. സോ x² + 2i mx + y². മീൻസ് i mx ന്റെ സ്ക്വയർ. അപ്പോൾ i² m² x² ബൈ √(x² + mx ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ m² x². ഓക്കെ,
ലിമിറ്റ് x0 മേലെ ആരെ കോമൺ എടുക്കാം, ഒരു എക്സിനെ കോമൺ എടുക്കാം. സോ എക്സ് ഇൻറ്റു ബാക്കി എക്സ് പ്ലസ് ശരിയല്ലയോ 2im പ്ലസ് i സ്ക്വയർ -1 അപ്പം -m² എഴുതാം. -m² എക്സ്, കാരണം ഒരു എക്സാണ് കോമൺ എടുത്തത്, കാരണം എല്ലായിടത്തും എക്സേ ഉള്ളൂ കോമൺ ആയിട്ട് അല്ലല്ലോ. 2ab എന്നില്ലയോ, ഇപ്പൊ 2 × a ഇപ്പൊ ഇവിടെ x² എടുത്തില്ലേ, ശരിയാ. എല്ലായിടത്തും x² ഉണ്ട് കോമൺ ആയിട്ട്, എല്ലായിടത്തും 2ab എല്ലായിടത്തും x² ഉണ്ട്. അപ്പൊ x² കോമൺ എടുക്കാം, എല്ലായിടത്തും x² വരും, x² കോമൺ എടുക്കാം. അപ്പം 1 + 2im + m² ബൈ √(x² + m²). അപ്പം പക്ഷെ റൂട്ടുണ്ട്, റൂട്ടിനകത്താ. ഇവിടുന്ന് ആരെ കോമൺ എടുക്കാം, x² കോമൺ എടുക്കാം. പക്ഷെ ആ x² കിടക്കുന്ന എവിടെ, റൂട്ടിനകത്താ. റൂട്ടിനകത്തുള്ള x² വെളി വരുമ്പോൾ x എന്ന് പറഞ്ഞാൽ വെളി വരുന്നത്. സോ അപ്പൊ x ഇൻറ്റു √(1 + m²). അത് കിട്ടിയോ, ഒരെക്സും വെട്ടിപ്പോവും. ബാക്കി ലിമിറ്റ് x0 x ഇൻറ്റു 1 + 2im + im - m² ബൈ √(1 + m²). ഇനി വെട്ടിക്കള എക്സ് വല്ലതും ഉണ്ടോ, ഇല്ല. ഇനി എക്സിന് 0 കൊടുക്കുക, ലിമിറ്റ് x → 0, എക്സിന് 0 കൊടുക്കുക. നേരത്തെ കണക്കിനകത്ത് എക്സിന് 0 കൊടുക്കുക, എക്സ് ഇല്ലായിരുന്നു. എക്സ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ഉത്തരവാദിത്തം കിട്ടിയത്. ഇവിടെ ഒരു എക്സ് ഉണ്ട് നടക്കുന്നു, കാരണം മേളിൽ x² താഴെ എക്സോ, ഒരെക്സ് വെട്ടിപ്പോയുള്ളൂ. അപ്പോൾ ഒരെക്സ് മേളിൽ കിടപ്പുണ്ട്. അപ്പൊ എക്സിന് 0 കൊടുക്കുമ്പോൾ ഈ എക്സിന് 0 കൊടുക്കുമ്പോൾ 0 ഇൻറ്റു ഇത്രയും സാധനം, ഉത്തരം 0. അപ്പൊ ഈ ഉത്തരത്തിൽ m വന്നു, m വന്നില്ല, ഉത്തരം 0 കിട്ടി. സോ അതിനകത്ത് എന്തോ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എത്ര ലിമിറ്റ് എത്ര ചോദിച്ചാൽ 0 ആണ് ലിമിറ്റ്. എന്നാൽ ഉത്തരത്തിൽ m വന്നാൽ ഡസ് നോട്ട് എക്സിസ്റ്റ്, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. കാരണം എന്തുകൊണ്ടാണ്, യൂണീക്ക് അല്ല. ഇതിന് 0 കിട്ടി, ഇതിനകത്ത് എന്തുവാ, യൂണീക്കാ. ഇതിന്റെ മീനിങ് ഇപ്പൊ 0 ഇല്ല കിട്ടിയേ. ഞാൻ ഇടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഞാൻ y = mx നെല്ലേ കൊടുത്തേ, ഞാൻ y = mx എന്നാണ് കൊടുത്തേ. അപ്പം ഈ m മാറി, ഞാൻ y = mx ന് പകരം y = 2x, y = 3x, y = 4x, y = 5x എന്ത് കൊടുത്താലും ആ ഉത്തരത്തിനകത്ത് ആ m വരുന്നില്ല, ഉത്തരം 0. അതിന്റെ മീനിങ് y = 2x, y = 3x, 4x എന്ത് കൊടുത്താലും ലോകത്തുള്ള എല്ലാവർക്കും ഉത്തരം 0 കിട്ടും. അതായത് ലിമിറ്റ് യൂണീക്ക് ആണെന്ന്. മീനിങ് ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ ഉത്തരത്തിൽ m ഉണ്ടെങ്കിൽ അത് യൂണീക്ക് അല്ല, സോ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഉത്തരം m ഇല്ലാത്തൊരു ഉത്തരം ഇടുന്നെങ്കിൽ, സപ്പോസ് 0, ഇൻഫിനിറ്റി അതൊക്കെയാണെങ്കിൽ ലിമിറ്റ് ഉണ്ട്. ആ കിട്ടിയ ഉത്തരമാണ് ലിമിറ്റ്. ഓക്കെ, കുറച്ച് ഹോംവർക്ക് ആണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. Z bar ആണ്, Z bar means conjugate. Z bar whole square means conjugate ന്റെ സ്ക്വയർ ബൈ കോംപ്ലക്സ് നമ്പറിന്റെ സ്ക്വയർ. കണ്ടിന്യൂറ്റി ഓഫ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ. ഒരു കോംപ്ലക്സ് ഫംഗ്ഷന്റെ കണ്ടിന്യൂറ്റി എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് പറയണമെങ്കിൽ ഡെഫിനിഷൻ ലെറ്റ് f of z be a function, let f of z be a function defined on a set capital S. ഏതോ ഒരു സെറ്റ് ഡിഫൈൻ ചെയ്തിരുന്ന ഒരു ഫംഗ്ഷനാണ് നമ്മുടെ f of z. ഓക്കെ, then f of z is continuous at z is equal to a if f of z എന്ന് പറയുന്ന ഫംഗ്ഷൻ z equal to a എന്ന് പറയുന്ന പോയിന്റിൽ ഒരു പോയിന്റ്, ഇപ്പം നമ്മളെപ്പോഴും കണ്ടിന്യൂസ് പറയുന്ന ഒരു പോയിന്റില്ല. അപ്പം f of z എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈ z equal to a എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് എന്ന് പറയണമെങ്കിൽ if ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. കണ്ടീഷൻ ഇതാണ്, ലിമിറ്റ് z tends to a f of z is equal to f of i. സോ മീനിങ് നമ്മുടെ f of z നകത്തോട്ട് ഇസഡിന് ഡയറക്റ്റ് ആയിട്ട് എ കൊടുക്കണം. അതിനാണ് നമ്മൾ f of എന്ന് എഴുതുന്നത്. അത് ഇത് f of യുടെ മീനിങ് എന്താ? f of എന്ന് പറഞ്ഞാൽ ഇസഡിന് ഡയറക്റ്റ് ആയിട്ട് എ കൊടുക്കണം. ഇതെന്തുവാ? ഇതിന്റെ ലെഫ്റ്റ് സൈഡിന്റെ മീനിങ് എന്തുവാ? ലിമിറ്റ് z tends to a.
എയിലുള്ള ലിമിറ്റ് കാണണം. സോ നിങ്ങൾക്ക് ഏത് പോയിന്റാണോ കണ്ടിന്യൂസ് ചെക്ക് ചെയ്യേണ്ടത്, ഏത് പോയിന്റാണോ കണ്ടിന്യൂസ് ആണോ ചെക്ക് ചെയ്യേണ്ടത്, ആ പോയിന്റിലുള്ള ലിമിറ്റും. സോ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ലിമിറ്റാണ്. അപ്പോൾ എനിക്ക് ചെക്ക് ചെയ്യേണ്ടത് ഇസഡ് ഈക്വൽ ടു എ എന്ന് പറയുന്ന പോയിന്റാണ്. ഇസഡ് ഈക്വൽ ടു എ. അപ്പോൾ എനിക്ക് ഇസഡ് ഈക്വൽ ടു എ എന്നുള്ള പോയിന്റ് ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് എന്ന് പറയണമെങ്കിൽ, ആ പോയിന്റിലുള്ള ലിമിറ്റും ആ പോയിന്റിലുള്ള ഫംഗ്ഷന്റെ വാല്യൂ, എഫ് ഓഫ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ വാല്യൂ എന്ന് വെച്ചാൽ നമ്മൾ അത് ലിമിറ്റ് അല്ല, ഡയറക്റ്റ് കൊടുക്കുക. സോ ആ പോയിന്റിലുള്ള ഫംഗ്ഷൻ വാല്യൂവും ആ പോയിന്റിലുള്ള ലിമിറ്റും സെയിം ആവണം. ഞാൻ നിങ്ങളോട് തുടക്കം ഈ ലിമിറ്റ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, ഈ ലിമിറ്റും ഡയറക്റ്റ് കൊടുക്കുന്ന നമ്മുടെ വ്യത്യാസം എന്തുവാന്ന്. ഇപ്പൊ എഫ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്തുവാ, എ എന്ന് പറയുന്ന വരെ ഡയറക്റ്റ് കൊടുക്കുക. ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ, അത് ഡയറക്റ്റ് കൊടുക്കുകയല്ല, പകരം നമ്മൾ പറയുക, ഒരു പോസിബിലിറ്റി പറയുക, എയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പം എഫ് ഓഫ് എയിലേക്ക് എത്തും. ഇതിനർത്ഥം എന്തുവാ, എഫ് ഓഫ് അർത്ഥം എന്തുവാ, അത് ഇസഡിന് എ കൊടുത്തു, ഇത് എയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. രണ്ട് മീനിങ്ങാണ്. സോ ഇത് രണ്ടും തുല്യമാവണം. ഇത് രണ്ടും തുല്യമായ മീനിങ് എന്തുവാ, ഇതിന്റെ മീനിങ് എയിലേക്ക് അപ്രോച്ച് ചെയ്തു, ഇതിന്റെ മീനിങ് എ കൊടുത്തു എന്നാണ്. സോ ഇത് രണ്ടും തുല്യമാണെങ്കിൽ അതിനർത്ഥം എന്തുവാ, എയിലേക്ക് അപ്രോച്ച് ചെയ്ത ആള് എയിലെത്തി, ഇതാണ് മീനിങ്. സോ അതിനർത്ഥം കണ്ടിന്യൂസ് ആണ്, ഇടയ്ക്ക് ബ്രേക്ക് ഒന്നും ഉണ്ടായില്ല. ഇതാണ് ശരിക്കുള്ള മീനിങ് നോക്കണ്ട. സോ കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു പോയിന്റ് ഒരാൾ ഒരു പോയിന്റിൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ആ പോയിന്റിലുള്ള ലിമിറ്റും ആ പോയിന്റിലുള്ള ഫംഗ്ഷന്റെ വാല്യൂ സെയിം ആയിരിക്കണം. ഇതാണ് കണ്ടിന്യൂസ്. ഫോർ എക്സാമ്പിൾ, ഒരു ക്വസ്റ്റ്യൻ ഷോ ദാറ്റ്, അല്ലെങ്കിൽ ചെക്ക് വെദർ the given function f of z is equal to z square a plus 4z plus 2 is continuous at z is equal to 2. z equal to എന്ന് പറഞ്ഞ പോയിന്റ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് നോക്കണം. എങ്ങനെ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ എനിക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്തുവാ, z equal to 2 എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ ചെക്ക് ചെയ്യണം. ഫസ്റ്റ് ചെയ്യേണ്ടത് എന്തുവാ, നിങ്ങൾ എഫ് ഓഫ് 2 കാണണം. എഫ് ഓഫ് 2 കാണുന്നത് എങ്ങനെ, ഇസഡിന് 2 കൊടുക്കണം. കൊടുക്ക് 2 സ്ക്വയർ പ്ലസ് 4 into 2 plus 2, that is 4 plus 8 plus 2, 40. സോ ഇതാണ് ഫംഗ്ഷൻ വാല്യൂ. അതായത് ഇസഡിന് ആ 2 എടുത്ത് ഡയറക്റ്റ് കൊടുക്കുന്നതിനെ പറഞ്ഞ പോലെ ഫംഗ്ഷൻ വാല്യൂ. ഓക്കെ, കൊടുത്തല്ലോ. സെക്കൻഡ് സ്റ്റെപ്പ്, 2ലുള്ള ലിമിറ്റ് കാണണം. ദാറ്റ് ഈസ് ലിമിറ്റ് z ടൈംസ് 2 f of z. ദാറ്റ് ഈസ് ലിമിറ്റ് z ടൈംസ് 2 f of z എന്തുവാ, z സ്ക്വയർ പ്ലസ് 4z പ്ലസ് 2. സോ ഇസഡിന് 2 കൊടുക്കുക. 2 കൊടുക്കുമ്പോൾ 2 സ്ക്വയർ പ്ലസ് 4 into 2 plus 2. അപ്പോൾ 4 plus 8 plus 2 40. നിങ്ങൾ നോക്കുമ്പോൾ രണ്ടും ചെയ്യുന്ന ഒരുപോലെ, അവിടെ 40 കിട്ടി, ഇവിടെ 40 കിട്ടി, അങ്ങനെ കിട്ടണം. അത് വേറെ കാര്യം. ഇത് ലിമിറ്റ്, മറ്റേത് ഫംഗ്ഷൻ വാല്യൂ. നമ്മൾ രണ്ടും ചെയ്യുന്ന ഒരുപോലെ തന്നെയല്ലേ, 2 കൊടുത്തു, പക്ഷെ നമ്മൾ വ്യത്യാസമുണ്ട്. ഇതിന്റെ മീനിങ് എന്തുവാ, ഇസഡ് 2ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ എഫ് ഓഫ് ഇസഡ് 14ലേക്ക് അപ്രോച്ച് ചെയ്യും. നിങ്ങൾ എഫ് ഓഫ് 2 കണ്ടുപിടിച്ചപ്പോൾ എത്ര കിട്ടി, 40. ഇതിന്റെ മീനിങ് എന്തുവാ, ഇസഡ് 2 എത്തിയാൽ എഫ് ഓഫ് 2 അല്ലെങ്കിൽ എഫ് ഓഫ് ഇസഡ് 14 എത്തും. ലിമിറ്റും നമ്മൾ വ്യത്യാസമാണ്. എഫ് ഓഫ് 2 14 എന്ന് പറഞ്ഞ അർത്ഥം ഇസഡ് 2 അപ്പോൾ എഫ് ഓഫ് ഇസഡ് 14 ലിമിറ്റിന്റെ മീനിങ് എന്തുവാ, ഇസഡ് 2ലേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എഫ് ഓഫ് ഇസഡ് 14 അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇത് രണ്ടും തുല്യമായിരിക്കണം. തുല്യമാണല്ലോ. തുല്യമായതിന്റെ അർത്ഥം എന്തുവാ, ഇസഡ് 2ലേക്ക് അപ്രോച്ച് ചെയ്ത ആള്, അല്ലെങ്കിൽ നമ്മുടെ എഫ് ഓഫ് ഇസഡ് 14 അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. അപ്പം നമ്മുടെ എഫ് ഓഫ് ഇസഡ് 14 അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, അത് എവിടെ എത്തി, 14 തന്നെ എത്തി. തുല്യമായ എൻ്റെ മീനിങ് അതാ, അപ്രോച്ച് ചെയ്തുകൊണ്ടിരുന്ന ആൾ അവിടെ എത്തി. അതിനർത്ഥം ഒന്നും ഇടയ്ക്ക് ബ്രേക്ക് ഒന്നും ഉണ്ടായില്ല. സോ അതിനെ നമ്മൾ കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. സോ ഇതിപ്പോൾ എഫ് ഓഫ് 2 14, ലിമിറ്റ് എന്തുവാ 14. therefore തന്ന ക്വസ്റ്റ്യൻ എഫ് ഓഫ് ഇസഡ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ഇസഡ് ഈക്വൽ ടു 2. എന്താണ്, കണ്ടിന്യൂസ് ആണ്. ഓക്കെ, തന്ന ക്വസ്റ്റ്യൻ എഫ് ഓഫ് ഇസഡ് കണ്ടിന്യൂസ് ആണ്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു മോഡ് ഇസഡ്. f of z equal to mod z is continuous at z equal to 0. f of z equal to mod z is continuous at z equal to 0. f of z equal to mod z, which is modulus function, അതെന്താണെന്ന്, കണ്ടിന്യൂസ് ആണെന്ന്. f of z is equal to mod z is continuous at z equal to 0. മോഡുലസ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന്. നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ആദ്യം നിങ്ങൾ എഫ് ഓഫ് 0 കാണണം. കാരണം ഇവിടുത്തെ പോയിന്റ് 0 ആയ 0യിൽ കണ്ടിന്യൂസ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം എഫ് ഓഫ് 0 കാണണം, കാരണം പോയിന്റ് 0 ആയിരുന്നേക്കുന്നത്. എഫ് ഓഫ് 0 അങ്ങനെ മോഡ് 0 ഈക്വൽ ടു 0. ഇനി ലിമിറ്റ് കാണണം. ലിമിറ്റ് z ടൈംസ് 0 എഫ് ഓഫ് z, ദാറ്റ് ഈസ് ലിമിറ്റ് z ടൈംസ് 0 എന്ത് എഫ് ഓഫ് z മോഡ് z ഈക്വൽ ടു 0 എടുക്കുമ്പോൾ മോഡ് 0 ഈക്വൽ ടു 0. അപ്പോൾ ഇത് ലിമിറ്റാണ്. ഇത് ലിമിറ്റിന്റെ മീനിങ് നിങ്ങൾക്ക് എന്താണ് ലിമിറ്റ് കിട്ടുന്നത് അതിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു എന്നാണ് ലിമിറ്റിന്റെ മീനിങ്. സോ ഞാൻ ലിമിറ്റ് കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് 0 കിട്ടി. ഇതിന്റെ മീനിങ് നമ്മുടെ ഫംഗ്ഷൻ 0യിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു.
ഇതിന്റെ മീനിങ് 0 എത്തി. സോ അതിനർത്ഥം എന്തുവാ, ഇത് നമ്മൾ തുല്യമാവുകയാണെങ്കിൽ 0 0 രണ്ടും തുല്യമില്ലയോ, തുല്യമായ അർത്ഥം എന്തുവാ, അപ്രോച്ച് ചെയ്ത ആള് അവിടെ എത്തി, ഇടയ്ക്ക് ബ്രേക്ക് ഒന്നുമില്ല, ഇറ്റ് ഇസ് കണ്ടിന്യൂസ്. അതാണ് എൻ്റെ മീനിങ്. ബ്രേക്ക് ഇല്ല, അതാണ് കണ്ടിന്യൂസ് ആയിട്ട് എത്തി, അതാണ് എൻ്റെ മീനിങ്. പരീക്ഷയ്ക്ക് ബ്രേക്ക് ഇല്ല കണ്ടിന്യൂസ് ആണെങ്കിൽ എത്തി എന്ന് എഴുതി വെക്കരുത്. therefore f of z is continuous. രണ്ട് ഈക്വലാണ്, is continuous എന്ന് എഴുതി വെക്കുക, അത്രേ ഉള്ളൂ. check the continuity of the function. check the continuity of the function f of z equal to 1/z at z equal to 0. തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുക. ഓക്കെ, തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുക. തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുക. എങ്ങനെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്നത്? ആദ്യം f of 0 കാണണം, ദെൻ ലിമിറ്റ് കാണണം. ഓക്കെ, നമുക്കത് ലിമിറ്റ് കാണാം. ലിമിറ്റ് കാണുമ്പോൾ തന്നെ ലിമിറ്റ് z ടൈംസ് 0 f of z എന്ന് പറയുമ്പോൾ എന്തോ വരും, ലിമിറ്റ് z ടൈംസ് 0 1/z കൊടുക്കുമ്പോൾ 1/0 എന്ന് വരും. 1/0 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി, നോട്ട് ഡിഫൈൻഡ്. അങ്ങനെ ഡസ് നോട്ട് എക്സിസ്റ്റ് ചെയ്യാനും മതി, ഡസ് നോട്ട് എക്സിസ്റ്റ് അല്ലെങ്കിൽ നോട്ട് ഡോണ്ട് ഡിഫൈൻഡ്. സോ ഇൻഫിനിറ്റി കിട്ടിയ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇൻഫിനിറ്റി കിട്ടിയാൽ അവിടെ നിർത്തും, അത്രേ ഉള്ളൂ, ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ നോട്ട് കണ്ടിന്യൂസ്, നോട്ട് കണ്ടിന്യൂസ്. ഇപ്പോൾ നിങ്ങൾ ഓർത്തോണം, ഈ ഡിനോമിനേറ്റർ 0 ആവുന്ന കേസുകളൊന്നും ആ നമ്പറിൽ കണ്ടിന്യൂസ് അല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ f of z is equal to 1/z minus 2, ഏത് പോയിന്റിലാണ് കണ്ടിന്യൂസ് അല്ലാത്ത? സിമ്പിൾ കാര്യം, നിങ്ങൾ ഇത്ര നോക്കിയാൽ മതി. ഡിനോമിനേറ്റർ എപ്പോൾ 0 ആവും? എപ്പോൾ ഡിനോമിനേറ്റർ 0 ആവും? ഇസഡിന് 2 കൊടുത്താൽ ഡിനോമിനേറ്റർ 0 ആവും. 2 - 2 0. സോ ആ 2 അർത്ഥം ഇസഡിന് 2 കൊടുത്താൽ ഡിനോമിനേറ്റർ 0 ആവും. ഡിനോമിനേറ്റർ 0 ആയി കഴിഞ്ഞാൽ 1/0 ഇൻഫിനിറ്റി ആവും. അങ്ങനെ ഇൻഫിനിറ്റി ആവുന്ന കേസിൽ കണ്ടിന്യൂസ് അല്ല, കാരണം ഇൻഫിനിറ്റിക്ക് ഒരു നമ്പർ ഇല്ല, കോൺസെപ്റ്റ് അല്ലേ. അപ്പോൾ ഇസഡ് ഈക്വൽ 2 കണ്ടിന്യൂസ് അല്ല, കാരണം ഇസഡിന് 2 കൊടുക്കുമ്പോൾ ഇല്ലയോ 2 - 2 താഴെ 0 വരുന്നത്, താഴെ 0 വരുന്ന ഒരു കേസിലും കണ്ടിന്യൂസ് അല്ല. ഓക്കെ, സോ കണ്ടിന്യൂസ് അല്ല 2 ബാക്കി എല്ലായിടത്തും കണ്ടിന്യൂസ് ആവും. 2 ഒഴികെ ബാക്കി എല്ലായിടത്തും കണ്ടിന്യൂസ് ആവും, 3 4 അല്ല. സോ അതാണ്ട് ഓക്കെ. അടുത്ത നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ, ചെക്ക് വെദർ ദി ഫംഗ്ഷൻ f of z is equal to, തന്നേക്കുന്ന f of z തന്നെ സ്പ്ലിറ്റ് ചെയ്ത് തന്നേക്കും രണ്ടായിട്ട്. ഒന്ന് z mod z ആൻഡ് 0, കോമ z not equal to 0 and z equal to 0 is continuous at z equal to 0. ഇപ്പോൾ ചെക്ക് ചെയ്യേണ്ടത് നമുക്ക് z equal to 0 എന്ന് പറയുന്ന പോയിന്റ് കണ്ടിന്യൂസ് ആണോ എഴുതാൻ ചെക്ക് ചെയ്യണ്ടേ. z equal to 0 എന്ന് പറയുന്ന പോയിന്റ് കണ്ടിന്യൂസ് ആണോ എഴുതാൻ ചെക്ക് ചെയ്യണ്ടേ. ആരെ ചെക്ക് ചെയ്യണ്ടേ? തന്നേക്കുന്ന ഫംഗ്ഷൻ, ഈ തന്നേക്കുന്ന ഫംഗ്ഷൻ f of z equal to ഇത്. ഓക്കെ, ആ f of z രണ്ടായിട്ട് മുറിച്ച് തന്നേക്കും. എങ്ങനെ? z by mod z എന്നും പിന്നെ 0 എന്നും. ശ്രദ്ധിക്കേണ്ട കാര്യം, z by mod z ആവുന്ന എപ്പോഴാണ്? ഇസഡിന്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ. ഇനി നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ, അതായത് നമ്മുടെ f of z ന്റെ വാല്യൂ z by mod z ആയിരിക്കും എപ്പോഴാണ്? z നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മുടെ f of z ന്റെ വാല്യൂ 0 ആയിരിക്കും എപ്പോഴാണ്? z ഈക്വൽ ടു 0 ആണെങ്കിൽ. സോ അങ്ങനെ രണ്ടായിട്ട് മുറിച്ച് തന്നേക്കുക. ഇത് കണ്ടിന്യൂസ് ആണെന്ന് ചെക്ക് ചെയ്യണം. കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷൻ നിങ്ങൾക്ക് അറിയാം. എങ്ങനെ? എഫ് ഓഫും ലിമിറ്റും സെയിം ആവണം. അപ്പോൾ നമുക്ക് ആദ്യം എഫ് ഓഫ് കാണാം. ഏത് പോയിന്റിലാണ് കണ്ടിന്യൂസ് ചെക്ക് ചെയ്യണ്ടേ? 0 എന്ന് പറയുന്ന പോയിന്റിലാണ് കണ്ടിന്യൂസ് ആണോ ചെക്ക് ചെയ്യണ്ടേ. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് എഫ് ഓഫ് 0 കാണണം. എഫ് ഓഫ് 0 കാണാൻ സിമ്പിൾ ആണ്. എഫ് ഓഫ് 0യുടെ മീനിങ് എന്തുവാ? എഫ് ഓഫ് 0 അതിന്റെ മീനിങ് എന്തുവാ? ഇസഡ് 0 ആകുമ്പോൾ ഉള്ള എഫ് ഓഫിന്റെ വില, അത് ക്വസ്റ്റിനെ തന്നെ ഉണ്ട്. ഇസഡ് 0 ആകുമ്പോൾ നമ്മുടെ എഫ് ഓഫിസിന്റെ വില 0 ആണ്. കണ്ടോ? ഇസഡ് 0 ആകുമ്പോൾ ഈ ഇവിടെ എഴുതിയിരിക്കുന്ന വില എന്ന് പറയുന്നത് എഫ് ഓഫ് ഇസഡിന്റെ വിലയാണ്. ഇസഡ് 0 ആകുമ്പോൾ എഫ് ഓഫ് ഇസഡ് 0 ആയിരിക്കും. ഇസഡ് 0 അല്ലാത്തപ്പം എഫ് ഓഫ് ഇസഡ് ബൈ മോഡ് ഇസഡ് ആയിരിക്കും. അതായത് ഉദ്ദേശിച്ചത് ഇപ്പോൾ എക്സാമ്പിൾ എഫ് ഓഫ് 1 എത്ര, എഫ് ഓഫ് 1 എത്ര ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ എഫ് ഓഫ് 1 മീൻസ് ഇസഡ് എന്തല്ല 0 അല്ല. അങ്ങനെ നമ്മൾ ഇതിനെ എടുക്കാവും. ഏതാ? 1 ബൈ മോഡ് 1, ഇസഡ് ബൈ മോഡ് ഇസഡ്. അപ്പോൾ ഇസഡ് 1 കൊടുക്കുമ്പോൾ 1 ബൈ മോഡ് 1. മനസ്സിലായി? അപ്പോൾ എഫ് ഓഫ് 2 എത്ര? 2 ബൈ മോഡ് 2. എഫ് ഓഫ് 0 എത്ര ചോദിച്ചാൽ അത് 0. കാരണം എഫ് ഓഫ് 0 0, കാരണം ഇസഡ് 0 ആകുമ്പോൾ എഫ് ഓഫ് ഇസിന്റെ വില 0 ആണെന്ന് എഴുതിയേക്കുന്നത്. സപ്പോസ് ഇവിടെ ഒരു 5 എഴുതിയേക്കുന്നെങ്കിൽ അതിന്റെ മീനിങ് എന്തുവാ? എഫ് ഓഫ് 0 5 ആണെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇസഡ് 0 ആകുമ്പോൾ എഫ് ഓഫ് ഇസഡ് 5 ആണെന്നാണ്. പിന്നെ അങ്ങനെ ചോദിക്കത്തില്ല, 0 ആയിരിക്കും വരും, അതാണ് ചോദിക്കുവാണെങ്കിൽ തന്നെ. സോ എഫ് ഓഫ് 0 0 അത് ക്വസ്റ്റിനകത്ത് തന്നെ കിട്ടും ഈ ടൈപ്പ് പ്രോബ്ലം ചോദിക്കുവാണെങ്കിൽ. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് 0 കിട്ടി, എത്ര? 0. അതായത് ഡയറക്റ്റ് ഉള്ള ഫംഗ്ഷന്റെ വാല്യൂ കിട്ടി. ഇനി എന്തോ വേണ്ട? ലിമിറ്റ് വേണം. അപ്പോൾ എഫ് ഓഫ് 0 0 ആണെങ്കിൽ എഫ് ഓഫ് 0 0. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ലിമിറ്റാണ് വേണ്ടത്.
നമുക്ക് 0 ലാ കണ്ടിന്യൂസ് ആണോ ചെക്ക് ചെയ്യണ്ടേ, 0 ലാ കണ്ടിന്യൂസ് ആണോ ചെക്ക് ചെയ്യണ്ടേ. അപ്പോൾ 0 ഡയറക്റ്റ് ഇട്ട് കൊടുക്കണം. ആ ഡയറക്റ്റ് കൊടുത്താണ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത് f of 0 0 0. ഇനി എന്ത് ചെയ്യണം, ഈ 0 ലിമിറ്റും കാണണം. ഓക്കെ, അത് രണ്ടും എന്താവണം, ഈക്വൽ ആവണം, അതല്ല കണ്ടീഷൻ. സോ ലിമിറ്റ് കാണാം, ലിമിറ്റ് z ടൈംസ് 0 f of z ഈസ് ഈക്വൽ ടു ലിമിറ്റ് z ടൈംസ് 0. അപ്പോൾ ഒരു കാര്യം, ഈ f of z, ഈ f of z എന്ന് പറയുന്ന രണ്ടെണ്ണമുണ്ട്. ഈ f of z എന്ന് പറഞ്ഞാൽ രണ്ട് വാല്യൂ ആണ്, ഒന്ന് z ബൈ മോഡ് z ആവാം, 0 ആവാം, രണ്ടായിട്ട് മുറിച്ച് വെക്കുക കണ്ടോ, ഒന്ന് ഇത് ഒന്ന് ഇത്. അപ്പോൾ നമ്മുടെ f of z എന്ന് പറയുന്നത് ഇതും ആവാം ഇതും ആവാം. അപ്പോൾ ലിമിറ്റ് കാണുമ്പോൾ നമ്മൾ ഏത് f of z എഴുതും. ഇപ്പോൾ നമ്മൾ f of 0 കണ്ടുപിടിച്ചപ്പം f of 0 കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ ഏതാ എഴുതി, ഈ 0 എഴുതി. എന്തുകൊണ്ടാണ്, അത് അവിടെ കൊടുത്തിട്ടുണ്ട്. z 0 ആവുമ്പം f of z 0 ആണ്. നീ ഇവിടെ നോക്കി, ഇവിടെ f of z ആരെ എഴുതും നോക്കിക്കോണം. ഇവിടെ ലിമിറ്റാണ് കാണുന്നത്, ലിമിറ്റ് z ടേൺസ് 0 എന്നാണ്. z ടേൺസ് 0യുടെ മീനിങ് എന്തുവാ, z 0 അപ്രോച്ച് ചെയ്യുന്നു. അതിനർത്ഥം z എന്തല്ല, z ടേൺസ് 0യുടെ മീനിങ് z 0 അല്ലെന്നാണ്. z ടേൺസ് 0, z 0 അപ്രോച്ച് ചെയ്യുന്നു. അതിനർത്ഥം z 0 ആയിട്ടില്ല ഇതുവരെ, അപ്രോച്ചിങ്. സോ ലിമിറ്റിന്റെ കേസിൽ ലിമിറ്റ് z ടേൺസ് 0 അർത്ഥം z 0 ആയിട്ടില്ല. z 0 അല്ലെങ്കിൽ അപ്പൊ f of z പകരം ആരെ എഴുതണം, z ബൈ മോഡ് z. കാരണം എന്തുകൊണ്ടാണ്, z 0 അല്ലെങ്കിൽ f of z ന്റെ വില അയാണ്. അപ്പം നിങ്ങൾ ഓർക്കേണ്ട കാര്യം, z ടൈംസ് ടു 0 എന്ന് പറയുന്നതും z നോട്ട് ഈക്വൽ ടു 0 ഒന്ന് തന്നെ, ഇത് രണ്ടും ഒന്ന് തന്നെ. ഓക്കെ, ഇനി ഈ ലിമിറ്റ് കണ്ടുപിടിച്ചാൽ മതി. ഈ ലിമിറ്റ് കാണുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാനുള്ള കാര്യമില്ല, ഞാൻ തന്നെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഹോംവർക്ക് തന്നിട്ടുണ്ട്. ഈ ലിമിറ്റ് എങ്ങനെ കാണുന്നതാണ്. ഓക്കെ, എങ്ങനെ കാണുന്നത്, അത് 0 കൊടുക്കും, 0 ബൈ മോഡ് 0. അപ്പോൾ 0 ബൈ 0 എന്ന് കിട്ടും, ഇൻഡിറ്റർമിനേറ്റ്. ലിമിറ്റ് കാണുന്നത് എപ്പോഴും നേരത്തെ ഞങ്ങളെ പഠിപ്പിച്ച പോലെ ഇൻഡിറ്റർമിനേറ്റ്. പിന്നെ എന്ത് ചെയ്യണ്ടേ, ഇസഡിന് വരെ എക്സ് പ്ലസ് ഐ വൈ കൊടുക്കും. പുട്ട് ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ. അപ്പോൾ മോഡ് സെറ്റ് എന്ത് വരും, മോഡ് സെറ്റ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ശരിയല്ലയോ, ഇട്ട് കൊടുക്കും, മായ്ക്കും ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെ വരും, ലിമിറ്റ് എക്സ് കമ വൈ ടേൺസ് 0,0. നേരത്തെ പഠിപ്പിച്ച ലിമിറ്റ് ആണ് എക്സ് പ്ലസ് ഐ വൈ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ ഇവിടെ കൊടുക്കുമ്പോഴും 0 ബൈ 0 എന്ന് വരും, ഇൻഡിറ്റർമിനേറ്റ്. ഇനി എന്ത് ചെയ്യുന്നേ, അപ്പോഴും 0 ബൈ 0 ആകുമ്പോൾ വൈ സമയം എം എക്സ് കൊടുക്കും. പുട്ട് വൈ സിക്കൽ ടു എം എക്സ്. അപ്പം ലിമിറ്റ് എക്സ് ടൈംസ് 0 എന്ന് എഴുതും. ഇതൊക്കെ ഞാൻ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ കാര്യമില്ല, നേരത്തെ പഠിപ്പിച്ചതാണ്. ലിമിറ്റ് ആണെന്ന് നേരത്തെ പഠിപ്പിച്ചതാണ്. ഓക്കെ, ലിമിറ്റ് ആണെന്ന് എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ 0 ബൈ 0 വന്നാൽ ചെയ്ത പ്രൊസീജിയർ ഒക്കെ സെയിം ഇങ്ങനെ ചെയ്തു പോവുക. അപ്പോൾ വൈ സമയം എക്സ് കൊടുക്കുമ്പോൾ എക്സ് പ്ലസ് ഐ എം എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഐ സ്ക്വയർ എം സ്ക്വയർ എക്സ്. അപ്പോൾ ഇങ്ങനെ വരും, എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് എം സ്ക്വയർ എക്സ് സ്ക്വയർ എന്ന് വരും. ഐ സ്ക്വയർ മൈനസ് ഒന്നല്ല. സോ എക്സ് കോമൺ എടുക്കും, വെട്ടിക്കളയും. അപ്പോൾ ഉത്തരം ഇങ്ങനെ വരും, ലിമിറ്റ് എക്സ് ടൈംസ് 0. നിങ്ങൾ തന്നെ എഴുതണം, ഞാൻ പഠിപ്പിച്ചത് 1 പ്ലസ് ഐ എം ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എം എന്ന് വരും, 1 മൈനസ് എം സ്ക്വയർ എന്ന് വരും. ഇങ്ങനെ കിട്ടും. സോ ഉത്തരത്തിൽ എം ഉണ്ട്, ഉത്തരത്തിൽ എം ഉണ്ടെങ്കിൽ ഡസ് നോട്ട് എക്സിസ്റ്റ്, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, കണ്ടിന്യൂസ് ആവുള്ള കണ്ടീഷൻ ലിമിറ്റിന്റെ വാല്യൂ എഫ് ഓഫിന്റെ വാല്യൂ സെയിം ആവണം. അതായത് നമ്മളിപ്പോൾ 6 ലിമിറ്റാണ് കാണുന്നത്. സോ ഏത് പോയിന്റ് കണ്ടിന്യൂസ് ആണോ ചെക്ക് ചെയ്യുന്നത്, 0-ൽ. അപ്പോൾ 0-ൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ 0 ഡയറക്റ്റ് ഉള്ള വില, അതായത് എഫ് ഓഫ് 0 ഡയറക്റ്റ് കൊടുക്കുമ്പോൾ വില, അതായത് എഫ് ഓഫ് 0 അതും 0-ലുള്ള ലിമിറ്റ് അതിൽ ചെയ്യുന്നത്, ലിമിറ്റ് എക്സ് ടൈംസ് 0 ലിമിറ്റ് അത് രണ്ടും സെയിം ആവണം. എഫ് ഓഫ് 0 എത്ര, 0 ആയാ, എഫ് ഓഫ് 0 ആയാ. പക്ഷെ ഇതിന്റെ വാല്യൂ ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്, ഇതിന് വാല്യൂ ഇല്ല. സോ വാല്യൂ ഇല്ലാത്ത ഇയാളും ആ 0 ഈക്വൽ ആവത്തില്ല. ദെർഫോർ നോട്ട് കണ്ടിന്യൂസ്. ഇതെന്തല്ല, കണ്ടിന്യൂസ് അല്ല. സോ നോട്ട് കണ്ടിന്യൂസ് അല്ല. തന്ന ഫംഗ്ഷൻ 0-ൽ കണ്ടിന്യൂസ് അല്ല. എന്തോ കാരണം, ലിമിറ്റും മറ്റേ എഫ് ഓഫ് 0-യും ഈക്വൽ അല്ല. ഓക്കെ, ഈ ബോർഡിൽ കിടക്കുന്ന 5 ഹോംവർക്കുകളാണ്, ഇത് തനിയെ ചെയ്യണം. ഇപ്പം ചെയ്ത പോലെ ഉള്ളല്ല. ക്വസ്റ്റ്യൻ ചെക്ക് കണ്ടിന്യൂറ്റി അറ്റ് ഇസ് 0. തന്നേക്കുന്ന 5 ക്വസ്റ്റ്യനും 0-ൽ കണ്ടിന്യൂസ് ആണെന്ന് ചെക്ക് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഫ് ഓഫ് ഈക്വൽ ടു ഇത്, സെക്കൻഡ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ, ഫോർത്ത്, ഫിഫ്ത്ത്. എല്ലാത്തിൻ്റെ എഫ് ഓഫ് 0 ആയിരിക്കും. കാരണം ഇവിടെ 0 ആണെങ്കിൽ ഉണ്ടോ, 0 ഇസ് ഈക്വൽ ടു 0, 0 ഇസ് ഈക്വൽ ടു 0. സോ നമുക്ക് എഫ് ഓഫ് 0 ആയിരിക്കും, എഫ് ഓഫ് 0 ആയിരിക്കും, എഫ് ഓഫ് 0 ആയിരിക്കും, എഫ് ഓഫ് 0 ആയിരിക്കും. പിന്നെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് എന്തോ, ലിമിറ്റ് കാണണം. ലിമിറ്റ് കാണുമ്പോൾ ഉത്തരം എന്ത് വരണം, 0 വരണം. ലിമിറ്റ് കാണുമ്പോൾ ഉത്തരം 0 വരണം. 0 വന്നില്ലെങ്കിൽ കണ്ടിന്യൂസ് അല്ല, 0 വന്നാൽ കണ്ടിന്യൂസ് ആണ്. സോ ഇവിടെ എല്ലാ കണക്കിലും ലിമിറ്റ് കാണുന്ന പ്രൊസീജിയറേ ഉള്ളൂ. സോ ലിമിറ്റ് ആണ് നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തന്നായിരുന്നു.
ആ ലിമിറ്റ് ആ സെയിം പോലെ തന്നെ ഇവിടെ ലിമിറ്റ് കാണുന്നത്. കാരണം സെയിം കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കിടക്കുന്നത്. f(0) 0 ആണ്. ഇനി 0-ലുള്ള ലിമിറ്റോടെ കണ്ടുപിടിച്ചാൽ മതി. ലിമിറ്റാണ് നിങ്ങളെ പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ലിമിറ്റാണ് അറിയാം. ഹോംവർക്ക് കൂടെ തന്ന സെയിം ക്വസ്റ്റ്യൻ നിങ്ങൾ അവിടെ ലിമിറ്റ് കാണാൻ ചെയ്താൽ സെയിം ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഇവിടെ കിടക്കുന്നത്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പോലും കിട്ടിയില്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോണം.